കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ദൈർഘ്യമുള്ളപ്പോൾ ഒരു തരംഗം ആർക്കെങ്കിലും അനുകൂലമായിട്ടുണ്ടോ എന്ന സംശയമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി അതിനുത്തരം ഇല്ല എന്നുള്ളതാണ്. കേരളത്തിലൊരു തരംഗമൊന്നുമില്ല, പക്ഷേ ഒരു ട്രെൻഡ് സെറ്റായിട്ടുണ്ട്. ആ ട്രെൻഡ് UDF അനുകൂലമായ ട്രെൻഡാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അത് ട്രെൻഡ് മാത്രമാണ് എന്നും അതൊരു തരംഗത്തിൻ്റെ സ്വഭാവത്തിലുള്ളതല്ല എന്നുള്ളതുമാണ് LDF സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകം, UDF സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട ഘടകം. ഈ ട്രെൻഡ് എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാം. ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലൂടെ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ട്രെൻഡ്, ആ ട്രെൻഡ് UDF അനുകൂലമാണ്. പക്ഷേ അത് മാറ്റിമറിക്കാൻ കഴിയുന്ന ട്രെൻഡാണ് എന്നുള്ളതാണ് കേരളത്തിൻ്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രമെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു ട്രെൻഡിനെ അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഘട്ടം വരെ ഒരുപോലെ കൊണ്ടുപോവുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. ഒരു തരംഗത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു വലിയ ജനവികാരമായി മാറുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ മറികടക്കുക പ്രയാസമാണ്. ഇപ്പോൾ തെലങ്കാനയിലൊക്കെ അങ്ങനെയായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തരംഗം രൂപപ്പെടുകയായിരുന്നു. കർണാടകയിൽ അങ്ങനെയായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തരംഗം രൂപപ്പെടുകയായിരുന്നു. അപ്പോൾ ആ തരംഗം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ മുന്നണിക്ക് അനുകൂലമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു ട്രെൻഡ് മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രെൻഡിനെ എപ്പോൾ വേണമെങ്കിലും മാറ്റിമറിക്കാം. അപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ ട്രെൻഡ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ട്രെൻഡിനെ BJP അതിസമർത്ഥമായി മറികടന്നു. അപ്പോൾ ട്രെൻഡിനെ മറികടക്കുക എളുപ്പമാണ്. ജനങ്ങളെ സ്വാധീനിക്കുന്ന നിർണായകമായ വിഷയങ്ങളിലെ ഇടപെടലുകൾ ഉണ്ടായാൽ ആ ട്രെൻഡിനെ മറികടക്കാനാകും. ബീഹാറിൽ അങ്ങനെ ഒരു ട്രെൻഡിനെ അതിസുന്ദരമായി ജനങ്ങളിലേക്ക്, സ്ത്രീകളിലേക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് നിതീഷ് കുമാർ മറികടന്നു എന്നുള്ളതാണ് അവിടുത്തെ റിസൾട്ടിനെ സ്വാധീനിച്ച ഒരു ഘടകം. അപ്പോൾ ട്രെൻഡിനെ മറികടക്കാൻ ഒരു ഭരണകൂടത്തിന് വളരെ എളുപ്പത്തിൽ സാധിക്കും. അത് UDF ആശങ്കയോടെ കാണേണ്ടുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കായുള്ള വലിയ പരീക്ഷണങ്ങൾ UDF വാർ റൂമിൽ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, തെക്കൻ കേരളത്തിലുള്ള 35 സീറ്റുകളിൽ LDF കൈവശം ഇരിക്കുന്ന ആ 35 സീറ്റുകൾ 39-ൽ 35-ൽ എന്തു മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്നത്. അപ്പോൾ ഇവിടെ ഒരു തരംഗമുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില UDF നേതാക്കന്മാരെങ്കിലും, വന്ധ്യവയോധികരായിട്ടുള്ള UDF നേതാക്കന്മാരെങ്കിലും ഞങ്ങൾക്കും മത്സരിക്കണമെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. കാരണം ഒരു തരംഗം ഇവിടെ ഉണ്ടായി പോയി ഇരിക്കുകയാണത്രേ. ആ തരംഗത്തിൽ കാറ്റടിച്ച് ഞങ്ങളും കൂടി അങ്ങ് ജയിച്ചു കയറും, അവസാന കാലത്ത് ഞങ്ങൾക്കും ഒരവസരം കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ആളുകളുണ്ട്. എവിടെയെങ്കിലും മത്സരിച്ചാൽ മതി എന്നാണ്, ജയിക്കണമെന്നൊന്നുമില്ല, തരംഗം അടിക്കുമത്രേ. അങ്ങനെ തരംഗം അടിച്ച് ജയിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രതീക്ഷയിലാണ് അവരൊക്കെ ഞങ്ങൾക്കും സീറ്റ് വേണമെന്നുള്ള ഒരാഗ്രഹവുമായി നടക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ തരംഗമില്ല എന്നുള്ളത് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതൊരു ട്രെൻഡ് മാത്രമാണ്. ആ ട്രെൻഡിനെ തരംഗമായി തെറ്റിദ്ധരിച്ച് നേരത്തെ രമേശ് ചെന്നിത്തല ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ പോലും യോഗ്യതയില്ലാത്തവർക്ക് സീറ്റ് കൊടുക്കാനൊക്കെ കോൺഗ്രസ് നേതൃത്വമോ UDF നേതൃത്വമോ തുനിഞ്ഞാൽ അത് ആത്മഹത്യാപരമായിരിക്കും. കാരണം തരംഗത്തിൻ്റെ സ്വഭാവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വാസ്തവം അടിസ്ഥാന ഘടകങ്ങളിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. വേരറ്റ് പോകുന്ന തരത്തിൽ അല്ലെങ്കിൽ പാടെ കടപുഴകി വീഴുന്ന തരത്തിലുള്ള ഒരു നെഗറ്റീവ് വികാരമൊന്നും ജനങ്ങൾക്കിടയിൽ LDF അവർക്ക് മറികടക്കാവുന്ന വിഷയമേ ഉള്ളൂ. അത് മറികടക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ള ഇടത്താണ് LDF സാധ്യതകൾ തുറന്നു കിടക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ തരംഗം ഇങ്ങ് വീശിക്കളയും, ആ കാറ്റിൽ ഞങ്ങളും അങ്ങ് പോകും എന്ന് കരുതുന്നവർ കാട്ടുന്നത് അബദ്ധമാണ്. അതിന് ചെവി കൊടുക്കുന്ന നേതൃത്വം അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ അത് അതിനേക്കാൾ അപകടമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്. പക്കാ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ജനകീയ പ്രശ്നങ്ങൾ, ഒരു സർക്കാർ പൂർണ്ണമായി ഏറ്റെടുത്തിട്ടുള്ള ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന, സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള വികസന അജണ്ടകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാകും. ആ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കാറ്റടിച്ച് വിജയിച്ചവർ അവരാണ് പരമയോഗ്യന്മാർ എന്നൊക്കെ ചിന്തിച്ചാൽ അതും അപകടകരമാകും എന്നുള്ളത് തിരിച്ചറിയുന്നത് UDF സംവിധാനത്തിന് നല്ലതാണ്. കാരണം LDF കണക്ക് കൂട്ടലുകളോടെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. അവർ ടേം നിബന്ധനയൊക്കെ എടുത്തു കളയാൻ പോകുന്നത് പോലും അതുകൊണ്ടാണ്.
ജനകീയരായ MLA-മാരെ അവരെ വീണ്ടും പരീക്ഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലുമൊക്കെ അവർക്ക് പോസിറ്റീവ് ആവാൻ പോകുന്ന ഒരു ഘടകവും അതുതന്നെയാണ്. അവരുടെ സിറ്റിംഗ് MLA-മാർ കളത്തിലിറങ്ങിയാൽ അത് ഗുണകരമാകും എന്നുള്ള കാര്യം, ജനങ്ങൾക്കിടയിൽ അവർക്കുള്ള ബന്ധം ഗുണകരമാകും എന്നുള്ള കാര്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലേക്ക് നടന്ന പ്രത്യേക ഉപതെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തായി പോയെങ്കിലും തങ്ങൾ നേടിയത് അതിഭയങ്കരമായ വോട്ട് വർധനയാണ് എന്നുള്ള തരത്തിൽ BJP കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂനപക്ഷ മേഖലയിൽ പോലും BJPയുടെ അതിശക്തമായ കടന്നുകയറ്റം സാധ്യമായിരിക്കുന്നു. ഇനി ഇടതിനും വലതിനും ഒന്നും കേരളത്തിൽ രക്ഷയില്ല, വിഴിഞ്ഞം നൽകുന്ന സൂചന അതാണ് എന്നുള്ള തരത്തിലൊക്കെ വ്യാപകമായ പ്രചരണം നടക്കുന്നത് കൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ ഈ ഉപതെരഞ്ഞെടുപ്പിലെ ബൂത്ത് കണക്ക് നമ്മൾ വിശദമായി തന്നെ പരിശോധിച്ചു. വിഴിഞ്ഞം ഇത്തവണ ആകെ സ്വഭാവം മാറിയ, രൂപം മാറിയ ഒരു വാർഡായിരുന്നു. വിഴിഞ്ഞത്ത് കഴിഞ്ഞ തവണ ചില 6 ബൂത്തുകളിലായി 6000 വോട്ടർമാരുണ്ടായിരുന്നു. ഇക്കുറി അത് 10 ബൂത്തുകളായി ഉയർന്നു, 13,000-ഓളം വോട്ടർമാരുണ്ടായിരുന്നു. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിഴിഞ്ഞം വാർഡിൽ 3800 വോട്ടുകളാണ് രേഖപ്പെടുത്തിയതെങ്കിൽ ഇക്കുറി അത് 8912 വോട്ടുകളായി മാറി. അതായത് കണക്കറിയുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 5100 വോട്ടുകളുടെ പോളിംഗിൽ തന്നെയുള്ള വർധന. അപ്പോൾ 3890-ൽ നിന്ന് 8912-ലേക്ക് പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ഉയരുന്നു. 6000-ൽ നിന്ന് 13,000-ലേക്ക് വാർഡിലെ മൊത്തം വോട്ടർമാരുടെ എണ്ണം ഉയരുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ BJPക്ക് അവിടെ ഉണ്ടായ മാറ്റം, അതായത് 313 വോട്ടിൽ നിന്ന് BJP 2437 വോട്ട് പിടിക്കുന്ന സാഹചര്യം, ശരിക്കും പറഞ്ഞാൽ ഒരു 750% വർധന വോട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ആ വാർഡിൻ്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 313 2437. ഇതുമാത്രമാണ് ഗോപാലകൃഷ്ണൻ അടക്കമുള്ള BJPയുടെ നേതാക്കന്മാരെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം വാർഡിലെ 10 ബൂത്തുകളിലെയും ഓരോ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ട് കണക്ക് പരിശോധിക്കണം. അത് പരിശോധിച്ച് നോക്കൂ. പഴയ വിഴിഞ്ഞം വാർഡ്, അതായത് 6 ബൂത്തുകളുള്ള പഴയ വിഴിഞ്ഞം വാർഡ്, ആ വിഴിഞ്ഞം വാർഡിൽ BJP സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വോട്ട് 502 മാത്രമാണ്. കഴിഞ്ഞ തവണ 313 വോട്ട് നേടിയെടുത്ത് ഇപ്പോൾ 502 വോട്ട് നേടി. ഈ BJP ഇതേ പഴയ വിഴിഞ്ഞം വാർഡിൽ 2015-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 500-ലധികം വോട്ട് നേടിയിട്ടുണ്ട്. അപ്പോൾ BJPക്ക് അവിടെ ഒരു വളർച്ചയും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ പഴയ വിഴിഞ്ഞം, ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള തീരദേശ മേഖല ഉൾപ്പെടുന്ന പഴയ വിഴിഞ്ഞത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഈ വോട്ട് കണക്ക് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, BJPക്ക് 1-ാം ബൂത്തിൽ കിട്ടിയത് 53 വോട്ട് മാത്രമാണ്. അവിടെ LDF-ന് 311, UDF-ന് 320 വോട്ട് കിട്ടി. 2-ാമത്തെ ബൂത്തിൽ, പഴയ വിഴിഞ്ഞത്തിലുള്ളതാണത്, 21 വോട്ട് മാത്രമാണ് BJPക്ക്. 3-ാമത്തേതിൽ വെറും 25 വോട്ട്. 4-ാമത്തേതിൽ 74 വോട്ട്. പിന്നെ പഴയ വിഴിഞ്ഞത്തിൽ BJPക്ക് ഒരു അല്പമെങ്കിലും സ്വാധീനമുള്ള ഒരു മേഖല, അത് 5-ാം നമ്പർ ബൂത്തായിരുന്നു. അവിടെ 311 വോട്ട് നേടി 1-ാമതെത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്.